ഹായ്, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് കോർഡിനേഷൻ. ഈ രണ്ട് ചാപ്റ്റേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡി ആൻഡ് എഫിലെയും കോർഡിനേഷനിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഡി ആൻഡ് എഫിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ റിപ്പീറ്റ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വർഷങ്ങളായിട്ട് ഇങ്ങനെ അവരിങ്ങനെ തേച്ച് മിനുക്കിക്കൊണ്ട് നടക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം അങ്ങ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട അതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ഒരു 90% നമ്പർ 95 അടുപ്പിച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കങ്ങ് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ടോപ്പിക്സ് അതാകുമ്പോഴത്തേക്ക് ഡി ആൻഡ് എഫ് കഴിഞ്ഞു. പിന്നെ കോർഡിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കോർഡിനേഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹെൽപ്പോട് കൂടി എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് ടോപ്പിക്സൊക്കെ പറയും. അതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കേണ്ടി വരും. കാരണം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇത് എടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നാലും നമ്മൾ ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, അതിനകത്ത് ചില ടോപ്പിക്സിൻ്റെയൊക്കെ ഒരു പെട്ടെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്റർ ഡി ആൻഡ് എഫ് ആണ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക്. ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഡി ബ്ലോക്കുകളെ പറ്റിയും രണ്ടാമത്തത് എഫ് ബ്ലോക്കുകളെ പറ്റിയും. ഇത് രണ്ടുമാണ് നമുക്ക് കോമൺലി പഠിക്കാനുള്ളത്, ഡി ആൻഡ് എഫ് ബ്ലോക്ക്, ഡിയും എഫ്. ഡി ബ്ലോക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കോമൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം പഠിച്ചു വെച്ചേക്കുക. n-1 d 1 to 10 then ns 1 to 2. ഇതാണ് ഡി ബ്ലോക്കുകളുടെ കോമൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ഡി ബ്ലോക്കുകളെ വിളിക്കുന്ന വേറൊരു പേരെന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ്. ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേര് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇവരെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ കിടക്കുന്നത് ഈ ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക്. അറിയാമായിരിക്കുമല്ലോ. ഇനി ലാന്തനൈറ്റ്സുകളെയും ആക്ടിനൈറ്റ്സുകളെയും വിളിക്കുന്ന പേരാണ് എന്ത്? എഫ് ബ്ലോക്ക്. ഇനി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് കിടക്കുന്നത് 1-ഉം 2-ഉം 1, 2 എസ് ബ്ലോക്കാണ്. 13 മുതൽ 18 വരെ പി ബ്ലോക്കാണ്. എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇടയ്ക്കാണ് ഡി ബ്ലോക്ക് കിടക്കുന്നത്. എസ് മെറ്റൽസ് ആണ്, പി എന്ന് പറഞ്ഞ നോൺ മെറ്റലാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ മെറ്റലിൽ നിന്ന് നമ്മൾ നോൺ മെറ്റലിലോട്ട് പോകുന്നത് ഡി ബ്ലോക്ക് വഴിയാണ്. അതുകൊണ്ടാണ് അവരെ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഒരു ക്യാരക്ടറിൽ നിന്ന് വേറൊരു ക്യാരക്ടറിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്, ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ടാണ് അവരെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവരുടെ കേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് 3 സീരീസാണ് വരുന്നത്. 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്. ഇങ്ങനെ പല സീരീസുകളായിട്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കാണപ്പെടുന്നത്. 4D, 5D, 6D അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. 3D, 4D, 5D, 6D. 6D ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. 6D എലമെൻറ്റ്സ് 3D, 4D, 5D. 6D ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ റേഡിയോ ആക്റ്റീവ് ക്യാരക്ടറൊക്കെ വന്നോളൂ. ഓക്കെ, അപ്പോൾ 3D, 4D, 5D. ഇനി 2 എലമെൻറ്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിട്ട് പരിഗണിച്ചിട്ടില്ല. സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി. ഇവരെ 3 പേരെയും നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിട്ട് പരിഗണിച്ചിട്ടില്ല. കാരണം ഇവരെ വിളിക്കുന്ന പേര് സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ്. ഈ പേരൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കട്ടോ, സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവരെ 3 പേരെയും നമ്മൾ വിളിക്കുന്ന പേര് സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ്. അതിൻ്റെ റീസൺ ഇവരുടെ 3 പേരുടെയും ഡി കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഡിയിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഡിയിൽ 10 ഇലക്ട്രോൺസ് വരുന്നവരെ ഒന്നും നമ്മൾ എന്തായിട്ട് പരിഗണിച്ചിട്ടില്ല? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിട്ട് പരിഗണിച്ചിട്ടില്ല. ഡിയിൽ 10 ഇലക്ട്രോൺസ് ഉണ്ടാകാൻ പാടില്ല. സിങ്കിൻ്റെയും കാഡ്മിയത്തിൻ്റെയും മെർക്കുറിയുടെയും ഡിയിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. സിങ്കിന് തൊട്ട് താഴെ വരുന്ന ആളാണ് കാഡ്മിയം, കാഡ്മിയത്തിന് തൊട്ട് താഴെ വരുന്ന ആളാണ് മെർക്കുറി. ഇവിടെ 3 പേരുടെയും കേസിൽ ഡിയിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ഇവരെ ഡി ബ്ലോക്കിൽ ഉൾപ്പെടുത്താമെങ്കിലും ഇവിടെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കില്ല. ഇവരെ കോമൺലി വിളിക്കുന്ന പേര് സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നായിരിക്കും. ഇത്രയുമാണ് ഡി ബ്ലോക്കിൻ്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. കോമൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വിളിക്കുന്ന പേര് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. കാരണം എസ് മെറ്റലിൽ നിന്ന് നോൺ മെറ്റലിലോട്ട് പോകുന്ന നമ്മളുടെ ഡി ബ്ലോക്ക് വഴിയാണ്. പിന്നെ 3 എലമെൻറ്റ്സ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ എലമെൻറ്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിട്ട് പരിഗണിച്ചിട്ടില്ല. അതിൻ്റെ റീസൺ അവരുടെ ഡി എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. പിന്നെ കുറേ നേരം കഴിയുമ്പോൾ കൂടും. അപ്പോൾ ആദ്യം കുറയും, പിന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, പിന്നെ കൂടും. ഇതിനെന്താണ് റീസൺ? ആദ്യം കുറയാനുള്ള റീസൺ നമുക്ക് അറ്റോമിക് സൈസിനെ തീരുമാനിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന് ന്യൂക്ലിയർ ചാർജും രണ്ടാമത്തത് ഷീൽഡിങ് എഫക്റ്റുമാണ്. ഈ ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ സൈസ് കുറയും. ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ സൈസ് കുറയും. ഷീൽഡിംഗ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ സൈസ് കൂടും.
രണ്ടും ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്. ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ സൈസ് എന്ത് ചെയ്യും? കുറയും. ഷീൽഡിങ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈസ് എന്ത് ചെയ്യും? കൂടും. ഇതാണ് എഫക്റ്റ്. അപ്പം ഈ ആദ്യം കുറച്ച് ഒരു മിഡിൽ വരെ കുറയാൻ കാരണം ന്യൂക്ലിയർ ചാർജ് ആരെക്കാട്ടിയും കൂടുതലായിരിക്കും, ആരെക്കാട്ടിയും പ്രിഡോമിനേറ്റ് ചെയ്യും? ഷീൽഡിങ് എഫക്റ്റിനെക്കാട്ടിയും പ്രിഡോമിനേറ്റ് ചെയ്യും. അപ്പം ന്യൂക്ലിയർ ചാർജ് ആരെക്കാട്ടിയും കൂടുതലായിരിക്കും? ഷീൽഡിങ് എഫക്റ്റിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അപ്പം ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയും? സൈസ് കുറയും. അതുകൊണ്ടാണ് സൈസ് കുറയുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതിന് കാരണം ന്യൂക്ലിയർ ചാർജും ഷീൽഡിങ് എഫക്റ്റ് എന്താവും? ബാലൻസ്ഡ് ആവും. ന്യൂക്ലിയർ ചാർജിൻ്റെ അതേ വാല്യൂ തന്നെ ആയിരിക്കും ഷീൽഡിങ് എഫക്റ്റ്. അപ്പം സൈസ് കൂടത്തുമില്ല കുറയത്തുമില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. പിന്നെ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് സൈസ് എന്ത് ചെയ്യും? കൂടും. അവിടെ കൂടാൻ കാരണം ഷീൽഡിങ് എഫക്റ്റ് ആരെക്കാട്ടിയും കൂടും? ന്യൂക്ലിയർ ചാർജിനെക്കാട്ടിയും കൂടും. അപ്പോൾ ഷീൽഡിങ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ സൈസ് എന്ത് ചെയ്യും? കൂടും. ഇതാണ് റീസൺ. അപ്പോൾ ഒന്നാമത് നമ്മൾ പറയുന്നത് അറ്റോമിക് സൈസ് ആണ്. അറ്റോമിക് സൈസ് ആദ്യം കുറയും, പിന്നെ മിഡിൽ വരെ കുറയും, പിന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, പിന്നെ കൂടും. കുറയാൻ കാരണം ന്യൂക്ലിയർ ചാർജ് ആരെക്കാട്ടിയും കൂടും? ഷീൽഡിങ് എഫക്റ്റിനെക്കാട്ടിയും കൂടും. പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ കാരണം ന്യൂക്ലിയർ ചാർജും ഷീൽഡിങ് എഫക്റ്റും ബാലൻസ്ഡ് ആയിരിക്കും. പിന്നെ കൂടാൻ കാരണം ഷീൽഡിങ് എഫക്റ്റ് ന്യൂക്ലിയർ ചാർജിന് എന്ത് ചെയ്യും? പ്രിഡോമിനേറ്റ് ചെയ്യും. ഇതാണ് എന്ത്? അറ്റോമിക് സൈസിൻ്റെ വേരിയേഷൻ. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എക്സാമിന് പലപ്പോഴും ചോദിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കേസ്. ഓക്കെ, ഇനി മൂവിങ് ടു നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ അറ്റോമിക് സൈസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് മനസ്സിലാക്കി വെച്ചേക്കുക. അറ്റോമിക് സൈസിൻ്റെ വേരിയേഷൻ എന്താണെന്നുള്ളത് എക്സാമിന് പലപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുന്നത് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്. ഈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് മിഡിൽ വരെ കൂടും. അതായത് ആദ്യം തൊട്ടേക്ക് മിഡിൽ വരെ കൂടും, പിന്നെ കുറയും. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് മിഡിൽ വരെ കൂടും, പിന്നെ കുറയും. എന്താണ് റീസൺ? അപ്പോൾ അത് ആദ്യം നമ്മൾ പറഞ്ഞ അറ്റോമിക് സൈസ് ആദ്യം കുറയും, പിന്നെ കോൺസ്റ്റൻ്റ് ആകും, പിന്നെ കൂടും. എന്നാൽ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് മിഡിൽ വരെ കൂടും, പിന്നെ കുറയും. എന്തുകൊണ്ടാണ് മിഡിൽ വരെ കൂടുന്നത്, അതിനുശേഷം കുറയുന്നത്? കാരണം ഈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോണിനെയാണ്. അൺപെയർഡ് ഇലക്ട്രോൺ കൂടിക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടും. അൺപെയർഡ് ഇലക്ട്രോൺ കൂടിക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കൂടും. കാരണം അൺപെയർഡ് ഇലക്ട്രോൺ കൂടിക്കഴിഞ്ഞാൽ മെറ്റാലിക് ബോണ്ട് കൂടും. മെറ്റാലിക് ബോണ്ട് കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് സ്ട്രോങ് ആവും. മെറ്റൽസിൻ്റെ ബോണ്ടല്ലേ സ്ട്രോങ്ങർ. മെറ്റൽസിൽ നമുക്ക് ഉരുക്കാൻ പാട്, വേപ്പറാക്കാൻ പാട്. അപ്പം നമ്പർ ഓഫ് അൺപെയർഡ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കൂടും. അതുവഴി മെറ്റാലിക് ബോണ്ട് കൂടും. അതുവഴി മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ നമ്മുടെ ഡി ബ്ലോക്കിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന ഡി സബ്ഷെല്ലിലാണ്. ഡിയിൽ മൊത്തം 5 പെട്ടിയാണുള്ളത്. ആദ്യത്തെ എലമെൻറ്റ് 21ാമത്തെ എലമെൻറ്റാണ് ഡിയിൽ സ്റ്റാർട്ട് ആവുന്നത്. 21ാമത്തെ എലമെൻറ്റിൽ ഡിയിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. 22, 23, 24, 25 കണ്ടോ. 21 ആകുമ്പോഴത്തേക്ക് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ, 22 ആകുമ്പോഴത്തേക്ക് 2 ആയി. അപ്പം മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കുറച്ചും കൂടെ കൂടി. 23 ആയപ്പോഴത്തേക്ക് 3 അൺപെയർഡ് ഇലക്ട്രോൺ ആയി. അപ്പോൾ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കുറച്ചും കൂടെ കൂടി. 24 ആയപ്പോൾ 4 അൺപെയർഡ് ഇലക്ട്രോൺ ആയി, പിന്നെയും കൂടി. 25 ആയപ്പോൾ 5 അൺപെയർഡ് ഇലക്ട്രോൺ ആയി, പിന്നെയും കൂടി. പക്ഷേ 26 ആവും തോറും എന്ത് സ്റ്റാർട്ട് ചെയ്യും? പെയറിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കും? 26 ആയപ്പോൾ 4 അൺപെയർഡ് ഇലക്ട്രോൺ ആയി. 27 ആയപ്പോൾ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ? 3 അൺപെയർഡ് ഇലക്ട്രോൺ ആയി. 28 ആയപ്പോൾ എത്ര ആയി? 2. 29, 30 ആയപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ആദ്യം കൂടും മിഡിൽ വരെ, പിന്നെ കുറയും. അതിന് റീസൺ മിഡിൽ വരെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടും. മിഡിൽ കഴിഞ്ഞാൽ പെയറിങ് സ്റ്റാർട്ട് ആവും. അതുകൊണ്ട് അൺപെയർഡ് ഇലക്ട്രോൺസ് കുറയും. അതുകൊണ്ട് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കുറയും. ഇതാണ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കേസ്. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോണിനെയാണ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അത് മാംഗനീസ് ആണ്. മാംഗനീസ് D5 ആണ്. അതായത് അൺപെയർഡ് ഇലക്ട്രോൺസ് 5 എണ്ണം ഉണ്ട്. ആക്ച്വലി 5 അൺപെയർഡ് ഇലക്ട്രോൺസ് വരുന്ന ആൾക്ക് മെൽറ്റിംഗ് പോയിന്റ് മാക്സിമം ആണ് വരേണ്ടത്. പക്ഷെ മാംഗനീസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ബാക്കിയുള്ളവരെക്കാട്ടിയും കുറവാണ്, ഭയങ്കര കുറവാണ്. ബാക്കിയുള്ളവരെക്കാട്ടി മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. അതിന് റീസൺ മാംഗനീസിൻ്റെ ഈ ടേം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മാംഗനീസിൻ്റെ ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ കുറവാണ്. മാംഗനീസിൻ്റെ ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ കുറവാണ്. അങ്ങനെ ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ കുറവാകുന്നത് കൊണ്ടാണ് എന്ത് കുറയുന്നത്? മെൽറ്റിംഗ് പോയിന്റ് കുറയും.
അപ്പം ഒരു എക്സെപ്ഷൻ ഉണ്ട്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് നോർമലി അൺപെയ്ഡ് ഇലക്ട്രോൺസുകൾ കൂടുമ്പോഴത്തേക്ക് കൂടുകയാണ് വേണ്ടത്. പക്ഷെ മാംഗനീസിൻ്റെ കേസിൽ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കുറവാണ് വരുന്നത്. അതിൻ്റെ റീസൺ മാംഗനീസിൻ്റെ ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ കുറവാണ്. അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് എന്തായിട്ട് മാറും, ആറ്റംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് ഇയാൾ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കുറവ് കാണിക്കുന്ന ആളാണ്. ഇതൊരു എക്സെപ്ഷനാണ്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ 2 ക്യാരക്ടേഴ്സായി. മൂന്നാമത്തെ ക്യാരക്ടറിലോട്ട് പോവാം. സോ മൂവിങ് ടു തേർഡ് ക്യാരക്ടർ. തേർഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് അയണൈസേഷൻ എനർജിയാണ്. ഇത് ഇച്ചിരി ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അയണൈസേഷൻ എനർജി. കാരണം ഇവിടുത്തെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്താ? അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ഇലക്ട്രോണെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആറ്റത്തിനകത്തോട്ട് കൊടുക്കുന്ന എനർജിയാണ് അയണൈസേഷൻ എനർജി. ഇപ്പോൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഏത് ഡി ബ്ലോക്കിൽ എലമെൻ്റ് ആയാലും അതിൻ്റെ അവസാനത്തെ ഷെല്ലിരിക്കുന്ന ഇലക്ട്രോണിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ആറ്റത്തിലോട്ട് എനർജി കൊടുക്കണം. അവസാനത്തെ ഇലക്ട്രോൺ പുറത്തു വരണമെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ നമ്മൾ പൊട്ടിക്കാനാണ് നമ്മൾ എനർജി കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഡിയുടെ കോമൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-1 d 1 to 10 ns 1 to 2 ആണ്. NSൽ കോമൺലി 2 ഇലക്ട്രോൺസ് ആണ് വരുന്നത് കേട്ടോ. NSൽ 2 ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എസ് ആണ്. നമ്മൾ ഒരു ഇലക്ട്രോണെ കളയുമ്പോഴത്തേക്ക് എവിടെ നിന്നാണ് ഇലക്ട്രോൺ പോകുന്നത്? എസ്സിൽ നിന്നാണ് ഇലക്ട്രോൺ പോകുന്നത്. പിന്നെ എസ്സിൽ എത്ര ഇലക്ട്രോൺ ആവും? 1 ഇലക്ട്രോൺ ആവും. 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ആ ഇലക്ട്രോണെ കളയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് എന്ത്? അയണൈസേഷൻ എനർജി. അപ്പം ആ ഇലക്ട്രോൺ പുറത്തു പോയി. ഇപ്പോൾ എസ്സിൽ ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. ഈ 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഉടനെ ഈ എസ്സിലെ ഇലക്ട്രോൺ പിന്നെ അവിടെ ഇരിക്കത്തില്ല. പിന്നെ ആ ഇലക്ട്രോൺ എസ്സിനെ വേണ്ട. പിന്നെ ആ ഇലക്ട്രോൺ എസ്സിൽ നിന്ന് ചാടി നേരെ എങ്ങോട്ട് വരും? ഡിയിലോട്ട് വരും. ഡിയിൽ വന്നാൽ അങ്ങനെ വരാൻ, അതായത് എസ്സിൽ നിന്ന് ചാടി ഡിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട എനർജിയാണ് എക്സ്ചേഞ്ച് എനർജി. ഇപ്പോൾ സപ്പോസ് ഒരാളെ കൺസിഡർ ചെയ്യുന്നു. അയാളുടെ എസ്സിൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കും. ഈ 2 ഇലക്ട്രോണിൽ 1 ഇലക്ട്രോണിനെ നമ്മൾ കളഞ്ഞു. ഇനി 1 ഇലക്ട്രോൺ ആ എസ്സിൽ ഇരിപ്പുണ്ടേ. ആ എസ്സിലിരിക്കുന്ന ഇലക്ട്രോൺ അവിടെ ഇരിക്കത്തില്ല. അതിന് അവിടുന്ന് ചാടി എങ്ങോട്ട് പോകണം? ഡിയിലോട്ട് പോകണം. അപ്പോൾ എസ്സിൽ 2 ഇലക്ട്രോണിനെ ഇരിക്കുക. 2 ഇലക്ട്രോണിനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എനർജി കൊടുത്തിട്ട് ഇയാളെ പുറത്ത് കൊണ്ടുവരാൻ പോവാണ്. ഇയാളെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ച് വരണേ. ഇയാളെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കൊടുക്കേണ്ട എനർജി 10 ആണ്. 10 കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ന്യൂക്ലിയസുമായിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ആവും, ഇയാൾ പുറത്ത് വരും. അങ്ങനെയാണ് ഞാൻ നോർമലി വിചാരിക്കുന്നത്. അങ്ങനെ പുറത്ത് വരേണ്ടതാണ്. 10 മതി ബോണ്ട് പൊട്ടാൻ. പക്ഷെ 10 കൊടുത്താൽ ഇയാൾ പുറത്ത് വരത്തില്ല. ഇയാൾ പറയും 10 തന്നാൽ ഞാൻ പുറത്ത് വരത്തേ ഉള്ളൂ. പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്നവൻ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കത്തില്ല. ഇവ നേരെ ഇവിടുന്ന് ചാടി എങ്ങോട്ട് പോകും? ഡിയിലോട്ട് പോകും. അപ്പം ഞാൻ വരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, 10 തന്നാൽ എനിക്ക് വരാൻ പറ്റും. പക്ഷെ ഞാൻ വരത്തില്ല. കാരണം ഞാൻ പോയാൽ ഇവൻ ഒറ്റയ്ക്കാവും. ഇവൻ പിന്നെ ഡിയിലോട്ട് പോകണം. ആ ഡിയിലോട്ട് പോകാൻ എനർജി വേണം. ആ എനർജി വിളിക്കുന്ന പേര് എക്സ്ചേഞ്ച് എനർജി. ആ എനർജിയും കൂടെ തന്നാലേ ഞാൻ പുറത്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പുറത്ത് വരത്തില്ല. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ഇവൻ ഒറ്റപ്പെടും. ഇവന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവന് ചാടി എങ്ങോട്ട് പോകണം? ഡിയിലോട്ട് പോകണം. അങ്ങനെ പോകാനുള്ള എനർജി വേണം. അപ്പം ഈ എക്സ്ചേഞ്ച് എനർജിയുടെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കും. നമ്മൾ ബോണ്ട് പൊട്ടിക്കാൻ കൊടുക്കുന്ന എനർജി 10. അപ്പം നമ്മൾ 10 മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ എസ്സിലിരിക്കുന്ന ഇലക്ട്രോൺ പുറത്ത് വരത്തില്ല. 10ൻ്റെ കൂടെ എന്തും കൂടെ കൊടുക്കണം? 2ഉം കൂടെ കൊടുക്കണം. അപ്പോൾ 10 വെച്ചിട്ട് അയാൾ പുറത്ത് വരും. ബാക്കി 2 വെച്ച് മറ്റവൻ ഡിയിലോട്ട് ചാടും. അപ്പോൾ ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ നമ്മൾ ഇലക്ട്രോണിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി അയണൈസേഷൻ എനർജി മാത്രം കൊടുത്താൽ പോരാ, അതിൻ്റെ കൂടെ എന്തും കൂടെ കൊടുക്കണം? എക്സ്ചേഞ്ച് എനർജിയും കൂടെ കൊടുക്കണം. അപ്പം അയണൈസേഷൻ എനർജിയുടെയും എക്സ്ചേഞ്ച് എനർജിയും കൂടെ സമ്മാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ ചില കേസുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാംഗനീസ് അറ്റോമിക് നമ്പർ 25, ആർഗൺ 18, 4s2 3d5. ഇവിടെ 4sൽ 2 എണ്ണം, 3dയിൽ എത്ര എണ്ണം? 1 2 3 4 1 2 3 4 5 എണ്ണം. ഇവിടെ എസ് എന്ന് ഒരെണ്ണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇവിടെ ഇരിക്കില്ല, ചാടി ഇങ്ങോട്ട് വരും. ഓക്കെ. അപ്പം അങ്ങോട്ട് വരാൻ വേണ്ട എനർജിയും കൂടെ ചേർത്ത് കൊടുത്താൽ എസ് ഇലക്ട്രോൺ പോത്തോളൂ. എന്നാൽ സിങ്ക് അറ്റോമിക് നമ്പർ 30, ആർഗൺ 18, 4s2 3d10. 4sൽ 2 എണ്ണം, 3dയിൽ 1 2 3 4 5 6 7 8 9 10. ഇവിടെ നമ്മൾ ഇലക്ട്രോണിനെ കളയാൻ വേണ്ടിയിട്ട് എനർജി കൊടുക്കുന്നു 10. ഇയാൾക്ക് ചാടി ഇവിടെ വരാൻ വേണ്ട എനർജി 2 എന്ന് വിചാരിക്കും. ഞാനിവിടെ ഈ 2 കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയാമോ?
ഞാനിവിടെ 10 മാത്രം കൊടുത്താൽ മതി. ഇവിടെ എക്സ്ചേഞ്ച് എനർജി വേണ്ട. കാരണം ഞാനിവിടെ ഇലക്ട്രോണിനെ പുറത്ത് കൊണ്ടുവന്നാലും പിന്നെ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോണിന് ഈ ഒരു ഓർബിറ്റിലോട്ടും പോകാൻ പറ്റത്തില്ല. കാരണം എല്ലാ ഡി ഓർബിറ്റിലും ഫിൽഡാണ്. അതുകൊണ്ട് ഇവിടെ എക്സ്ചേഞ്ച് ഇല്ല. അതുകൊണ്ട് അയാൾ എഫിൽ തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് എനർജി വേണ്ട. അപ്പോൾ ചില കേസിൽ മാത്രമേ എക്സ്ചേഞ്ച് എനർജി വേണം. അപ്പോൾ നമ്മൾ പറയുന്നത് മാംഗനീസിൻ്റെ കേസിൽ എക്സ്ചേഞ്ച് എനർജി ഉള്ളത് കൊണ്ട് ഇയാളുടെ അയണൈസേഷൻ എനർജി കൂടുതലും, ഇയാളുടെ കേസിൽ എക്സ്ചേഞ്ച് എനർജി ഇല്ലാത്തത് കൊണ്ട് ഇയാളുടെ അയണൈസേഷൻ എനർജി കുറവായിരിക്കും. ഇയാളുടെ കേസിൽ എക്സ്ചേഞ്ച് എനർജി ഉണ്ട്, അതുകൊണ്ട് അയണൈസേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇയാളുടെ കേസിൽ എക്സ്ചേഞ്ച് എനർജി ഇല്ല, അതുകൊണ്ട് അയണൈസേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ക്രോമിയത്തിൻ്റെ കേസ്, അറ്റോമിക് നമ്പർ 24, ആർഗൺ 18, 4s1 3d5. കണ്ടോ, ഇവിടെ 4s ഒരു ഇലക്ട്രോണേ ഉള്ളൂ. 3d 1 2 3 4 5. ഇവിടെയും എന്ത് വേണ്ട? എക്സ്ചേഞ്ച് എനർജി വേണ്ട. കാരണം എന്താ? ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ എസ്സിൽ ആരുമില്ല അങ്ങോട്ട് ചാടാനായിട്ട്. ചാടാൻ പറ്റും, പക്ഷെ ചാടാൻ ആരുമില്ല. അതുകൊണ്ട് അവിടെ എക്സ്ചേഞ്ച് എനർജി വേണ്ട. അപ്പോൾ എക്സ്ചേഞ്ച് എനർജി വേണ്ടാന്നുണ്ടെങ്കിൽ അയണൈസേഷൻ എനർജി കുറവായിരിക്കും. എക്സ്ചേഞ്ച് എനർജി വേണമെന്നുണ്ടെങ്കിൽ അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. അപ്പം ഇവിടെ നോർമൽ അയണൈസേഷൻ മാത്രം കൊടുത്താൽ പോരാ, എഫിൽ ഇലക്ട്രോൺ എക്സ്ചേഞ്ചിനുള്ള എന്നും കൂടെ ചേർത്ത് കൊടുത്താൽ ഇലക്ട്രോൺസ് പുറത്ത് വരും. ഇനി അടുത്ത ക്യാരക്ടറിലോട്ട് പോവുകയാണ്. ഇപ്പം 3 ക്യാരക്ടർ നമ്മൾ പറഞ്ഞു. വേണ്ട ക്യാരക്ടേഴ്സാണ് ഞാൻ പറയുന്നത്, എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല. അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബിഹേവിയർ. രണ്ട് ടൈപ്പ് മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ട്. ഒന്ന് പാരാമാഗ്നറ്റിക്കും രണ്ടാമത്തെ ഡയാമാഗ്നറ്റിക്കുമാണ്. പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും. ഈ പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപെയർഡ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക്. അതിപ്പോൾ ഡിയിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കിയാൽ മതി. ഡിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക്കും, ഡിയിൽ പെയറായിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് ആണെങ്കിൽ എന്താ? ഡയാമാഗ്നറ്റിക്കും ആയിരിക്കും. ഇപ്പോൾ സിങ്ക് അറ്റോമിക് നമ്പർ 30, ആർഗൺ 18, 4s2 3d10. ഡി മാത്രം വരയ്ക്കുക. 1 2 3 4 5 6 7 8 9 10. ഇവിടെ എല്ലാ ഡിയിലും എല്ലാവരും ഫിൽഡാണ്, അതുകൊണ്ട് ഇയാൾ പെയർഡ് ആണ്, അതുകൊണ്ട് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. മാംഗനീസ് അറ്റോമിക് നമ്പർ 25, ആർഗൺ 18, 4s2 3d5. 3d 5 എണ്ണം. 1 2 3 4 5. ഇവിടെ എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, കൂട്ടത്തോടെ നിൽക്കുന്ന ആൾക്കാരുമില്ല, അതുകൊണ്ട് ഇയാൾ അൺപെയർഡ് ആണ്, പാരാമാഗ്നറ്റിക് ആണ്. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ബിഹേവിയർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ. അടുത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒന്ന് 4sനും 3dക്കും കമ്പയറബിൾ എനർജിയാണ്. ഈ റീസൺ ഉള്ളതുകൊണ്ടാണ് ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? 4sനും 3dക്കും കമ്പയറബിൾ എനർജിയാണ്. 4s 3d അവരുടെ എനർജി പരസ്പരം കമ്പയറബിൾ ആണ്. അതുകൊണ്ടാണ് ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ ആർക്ക് പറ്റുന്നത്? നമ്മളുടെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിന് പറ്റുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. പലപ്പോഴും ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? റീസൺ 4sൻ്റെയും 3dയുടെയും എനർജി എന്താണ്? കമ്പയറബിൾ ആണ്. രണ്ടുപേർക്കും ഓൾമോസ്റ്റ് സെയിം എനർജിയാണ്. അതുകൊണ്ട് അതുകൊണ്ട് 4s പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ 3dക്കും എന്തിൽ പങ്കെടുക്കാം? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാം. അതുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ഇനി അടുത്തെന്ന് പറയുന്നത് കളേർഡ് കോംപ്ലക്സസ് ആണ്. കളേർഡ് കോംപ്ലക്സസ് ഇതും കൂടെ ഉള്ളൂ. കളേർഡ് കോംപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കളർ കാണിക്കും. ഡിയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കളർ കാണിക്കും. സിങ്ക് കളർ കാണിക്കത്തില്ല. സിങ്കിന് കളറില്ല. കാരണം എന്താ? ഡിയിൽ എല്ലാവരും പെയറായിട്ട് നിൽക്കും. മാംഗനീസിന് കളറുണ്ട്. കാരണം ഡിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ മതി, എന്ത് കാണിക്കും? കളർ കാണിക്കും. സോ ഡിയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കളർ കാണിക്കും. ഡിയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ കളർ കാണിക്കില്ല. ഫോർ എക്സാമ്പിൾ സ്കാൻഡിയം പ്ലസ്, ഇത് കളർ കാണിക്കുമോ? നമുക്ക് നോക്കാം. സ്കാൻഡിയം 3+, ഇത് കളർ കാണിക്കുമോ നോക്കാം. സ്കാൻഡിയം 3+. സ്കാൻഡിയം ആകുമ്പോഴത്തേക്ക് ആർഗൺ 18, 21ാമത്തെ ആളാണ്. 4s2 3d1, ഇതാണ് സ്കാൻഡിയം. 3+ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ പോകണം? 3 എണ്ണം.
ആദ്യം പോകേണ്ടത് എഫ് സിന്നാണ്. എഫ് സിന്ന് 2 എണ്ണം പോവും, ഡി എന്ന് ഒരെണ്ണം പോവും. അപ്പോൾ നമുക്ക് കിട്ടുന്നു ആർഗൺ 18 4sലും 0 3Dയിലും 0. 3Dയിൽ ഇലക്ട്രോൺസ് ഇല്ല. ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ എന്ത് കാണിക്കില്ല? കളർ കാണിക്കില്ല. ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുവാണോ അതോ കൂട്ടത്തോടെ നിൽക്കുവാണോ നോക്കുക. ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കളർ കാണിക്കും. എല്ലാവരും കൂട്ടത്തോടെ നിൽക്കുകയാണെങ്കിൽ കളർ കാണിക്കില്ല. സിങ്ക് കളർ കാണിക്കില്ല. ഇനി സിങ്ക് 2+ കളർ കാണിക്കുമോ? സിങ്ക് 2+ എന്ന് പറയുമ്പോൾ ആർഗൺ 18 4s2 3D 10 ആണ് സിങ്ക്. 2+ എന്ന് പറയുമ്പോൾ 2 എണ്ണം പോകണം. അതൊരിക്കലും ഡി എന്നല്ല, എഫ് സിന്ന് പോയിട്ട് ഡി എന്ന് പോകത്തുള്ളൂ. എഫ് സിന്ന് 2 എണ്ണം പോകും, 4sൽ 0 അപ്പോഴും 3Dയിൽ 10 എണ്ണമാണ്. അപ്പോൾ സിങ്ക് 2+ എന്ത് കാണിക്കില്ല? കളർ കാണിക്കില്ല. കാരണം 10 ആകുമ്പോഴത്തേക്ക് എല്ലാവരും പെയറായിട്ടിരിക്കുകയാണ്, അപ്പോഴും കളർ കാണിക്കില്ല. അപ്പോൾ ഒരാൾ കളർ കാണിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കുക, കളർ കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇതാണ് നമുക്ക് ഡി ബ്ലോക്കിൽ പഠിക്കാനുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് കൂടാതെ നമ്മളുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഡൈക്രോമേറ്റും ഉണ്ട്. ഇവരുടെ 2 പേരുടെയും റിയാക്ഷൻസ് ജസ്റ്റ് നോക്കി വെച്ചേക്കാം, പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെയും പെർമാംഗനേറ്റിൻ്റെയും. അപ്പം അത് മതി എന്തിൽ? ഡി ബ്ലോക്കിൽ. ഡി ബ്ലോക്കിൽ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എഫ് ബ്ലോക്കിലോട്ട് പോകും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ഉണ്ട്. ഞാനത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കോമൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതാം. n-2 f1 to 14 n-1 d 0 to 1 ns2 ns1 to 2. ഇതാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കോമൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് 2 പീരീഡുകളുണ്ട്. ഒന്നാമത്തെ പീരീഡിനെ വിളിക്കുന്ന പേര് 4f സീരീസ് എന്നാണ്. 2 പീരീഡുകളുണ്ട്. ഒന്നാമത്തത് 4f സീരീസും രണ്ടാമത്തത് 5f സീരീസും. 4f സീരീസുകളെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡ്സ്. 5f സീരീസുകളെ വിളിക്കുന്ന പേരാണ് ആക്ടിനൈഡ്സ്. ലാന്തനൈഡ്സ് എന്ന് പറയുന്നത് ലന്താനം കഴിഞ്ഞിട്ട് വരുന്ന 57ാമത്തെ എലമെൻറ്റ് ലന്താനം കഴിഞ്ഞിട്ട് വരുന്ന 58 എലമെൻറ്റ്സും ആക്ടീനിയം കഴിഞ്ഞിട്ട് വരുന്ന 58 അല്ല 14 എലമെൻറ്റ്സും ആക്ടീനിയം കഴിഞ്ഞിട്ട് വരുന്ന 14 എലമെൻറ്റ്സ് ആണെങ്കിൽ ആക്ടിനൈഡ്സ് എന്ന് പറയും. ആക്ച്വലി ലാന്തനൈഡും ആക്ടിനൈഡും എഫ് ബ്ലോക്ക് എലമെൻ്റ് അല്ല, അവർ രണ്ടുപേരും ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അവർ കഴിഞ്ഞിട്ട് വരുന്ന 14 എലമെൻറ്റ്സിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് എഫിലാണ്. അതുകൊണ്ടാണ് അവരെടുത്ത് താഴെ ഇട്ടേക്കുന്നത്. അവരെയാണ് നമ്മൾ ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ലാന്തനൈഡ്സിനെ പറ്റി തന്നെ പഠിക്കാം. ലാന്തനൈഡ്സ് ഈ ലാന്തനൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലാന്തനൈഡുകൾ കാണിക്കുന്ന കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഇത് കൂടാതെ അവർ +2 കാണിക്കുന്നുണ്ട്, +4 കാണിക്കുന്നുണ്ട്. ഈ സീറിയം ഒക്കെ 4+ കാണിക്കുന്നുണ്ട്, യൂറോപ്പിയം ഒക്കെ 2+ കാണിക്കുന്നുണ്ട്. ഈ 2 എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചോണേ. കോമൺ ആയിട്ട് അവർ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. +3 കൂടാതെ അവർക്ക് +2ഉം +4ഉം കാണിക്കാം. ഈ +2 കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് യൂറോപ്പിയം. YBയും YB2+ കാണിക്കാറുണ്ട്, ഇട്രബിയം 2+. അത് കൂടാതെ സീറിയം 4+ കാണിക്കുന്ന എക്സാമ്പിളാണ് സീറിയം. ബാക്കി എല്ലാവരും കോമൺലി കാണിക്കുന്ന +2. കോമൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണിക്കുന്നത്. അത് കൂടാതെ ചില ആൾക്കാർ വേറെയും കാണിക്കും. അതിന് എക്സാമ്പിളാണ് യൂറോപ്പിയവും സീറിയവും ഒക്കെ. യൂറോപ്പിയം +3 കൂടാതെ +2ഉം കാണിക്കും. YBയും +3 കൂടാതെ +2ഉം കാണിക്കും. സീറിയം +3 കൂടാതെ +4 കൂടെ കാണിക്കും. പ്രൊമിത്തിയം ഒഴികെ പ്രൊമിത്തിയം ഒഴികെ ബാക്കി എല്ലാവരും നോൺ റേഡിയോ ആക്റ്റീവാണ്. പ്രൊമിത്തിയം ഇവരുടെ കൂട്ടത്തിൽ വരുന്ന എലമെൻ്റാണ് പ്രൊമിത്തിയം റേഡിയോ ആക്റ്റീവാണ്. പ്രൊമിത്തിയം ഒഴികെ ബാക്കി എല്ലാവരും ലാന്തനൈഡുകൾ റേഡിയോ ആക്റ്റീവാണ്. ഓക്കെ, അപ്പം +3 കൂടാതെ +2ഉം +4 ഇവിടെ എക്സ്ട്രാ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവരും കളേർഡ് കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. കളേർഡ് കോംപ്ലക്സ് ഉണ്ടാക്കണം എഫിൽ അൺപെയ്ഡ്. നമ്മൾ നേരത്തെ ഡിയിൽ കളർ കോംപ്ലക്സ് ഉണ്ടാക്കണമെങ്കിൽ ഡിയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. അതിനൊക്കെ തന്നെ ഇവർക്കും കളേർഡ് കോംപ്ലക്സ് ഉണ്ടാക്കണമെങ്കിൽ ഇവരുടെ ഇലക്ട്രോൺ ഇരിക്കുന്ന എഫിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എഫ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. എഫിൽ എന്തുണ്ടായിരിക്കണം? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് കൂടാതെ ഈ ലാന്തനൈഡുകൾ ഒരു പ്രത്യേക എഫക്റ്റ് ഉണ്ട്. അതായത് ലാന്തനൈഡുകൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അവരുടെ സ്റ്റഡി ഡിക്രീസ് ഇൻ അറ്റോമിക് സൈസ് സ്റ്റഡി ആയിട്ട് ഡിക്രീസ് ചെയ്യും. ദ സ്റ്റഡി ഡിക്രീസ് ഇൻ അറ്റോമിക് സൈസ്. ഓക്കെ, ഈ അറ്റോമിക് സൈസുകൾ സ്റ്റഡി ആയിട്ട് കുറയുന്നതിനെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അപ്പോൾ ഈ 4f എന്ന് പറയുന്ന സീരീസ്, 4f എന്ന് പറഞ്ഞ പീരീഡിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അറ്റോമിക് സൈസ് സ്റ്റഡി ആയിട്ട് ഡിക്രീസ് ചെയ്യും. അങ്ങനെ സ്റ്റഡി ആയിട്ട് ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനോനെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. ഈ ലാന്തനൈഡ് കോൺട്രാക്ഷന് കാരണം 4fകളുടെ വീക്ക് ഷീൽഡിങ് എഫക്റ്റാണ്. ഈ ലാന്തനൈഡ്സിന് കാരണം 4f ഓർബിറ്റലുകളിലാണ് ഫില്ലാകുന്നത്. അവരുടെ പുവർ ഷീൽഡിങ് എഫക്റ്റ് അല്ലെങ്കിൽ വീക്ക് ഷീൽഡിങ് എഫക്റ്റ് ആണ് ലാന്തനൈഡ് കോൺട്രാക്ഷന് കാരണം.
ഓക്കെ. ഇനി ലാന്ത്രയുടെ കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ കോൺസിക്വൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് ലാന്ത്രയുടെ കോൺട്രാക്ഷൻ എന്ന് ചോദിക്കാറുണ്ട്. കോൺസിക്വന് കാരണം 4D 3D 4D 5D ഈ സീരീസുകൾക്ക് ഓൾമോസ്റ്റ് സെയിം സൈസ് വരും. അതിൽ കോമൺലി 3D 4D 3Dക്കും 4Dക്കും ഓൾമോസ്റ്റ് സെയിം സൈസ് വരും. എന്ത് വഴി? ലാന്ത്രയുടെ കോൺട്രാക്ഷൻ വഴി. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇവർക്ക് ഒരു ഓൾമോസ്റ്റ് സെയിം സൈസ് ആയിരിക്കും. സ്റ്റഡി ഡിക്രീസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ചെറിയൊരു സൈസിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് ഈ ലാന്ത്രിനഡുകളെ പരസ്പരം സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്, ഓരോ എലമെൻ്റായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്ത് നമ്മുടെ ചവറ KMML ഇല്ലേ, അവിടെ നമ്മൾ കൂടുതലായിട്ടും ഈ ലാന്ത്രിനഡുകളെയാണ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ. ടൈറ്റാനിയമൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്, ടൈറ്റാനിയം ഓക്സൈഡൊക്കെ. അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണ്. ആ ചവറയിൽ കിട്ടുന്ന കരിമണലില്ലേ, ദാറ്റ് വൺ. അവിടെ ടൈറ്റാനിയം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അവിടെ നമ്മൾ ലാന്ത്രയുടെ കോൺട്രാക്ഷൻ വഴിയാണ്, ലാന്ത്രയുടെ കോൺട്രാക്ഷൻ കൊണ്ട് അവിടെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും, മോണോസൈറ്റസ് ആയിട്ടാണ് അതിനെ വിളിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിസിറ്റി ഓഫ് ലാന്തനൈഡ്സ്. ലാന്തനൈഡുകളെ ബേസിക് സ്വഭാവം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ബേസിക് സ്വഭാവം കുറയും. അതായത് LaOH ത്രൈസ് ആയിരിക്കും ലന്താനത്തിൻ്റെ ആരെക്കാട്ടിയും ലുട്ടീഷ്യത്തെക്കാട്ടിയും ബേസിക്. അതായത് ലന്താനമാണ് ആദ്യത്തെ എലമെൻറ്റ്, ലുട്ടീഷ്യമാണ് അവസാനത്തെ എലമെൻറ്റ്. ഇവിടുന്ന് നമ്മളുടെ 4F അങ്ങോട്ട് പോകുന്തോറും ബേസിക് സ്വഭാവം കുറഞ്ഞു വരും. ഇയാൾക്ക് ബേസിസിറ്റി കൂടുതൽ, അങ്ങോട്ട് പോകുന്തോറും അതായത് ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ OHകളെ കൊടുക്കാനുള്ള കഴിവ് അങ്ങോട്ട് പോകുന്തോറും കുറഞ്ഞു വരും. അപ്പോൾ ഇയാൾ ബേസിസിറ്റി കുറഞ്ഞ ആളും ഇയാൾ ബേസിസിറ്റി കൂടിയ ആളുമായിരിക്കും. ഇങ്ങനെ 3 കോൺസിക്വൻസ് ആണ് ലാന്ത്രൈഡുകൾക്കുള്ളത്. ഇതാണ് മോസ്റ്റ് കോമൺ എക്സാമിന് ചോദിക്കുന്നത്. ലാന്ത്രൈഡ് കോൺട്രാക്ഷനും അതിൻ്റെ റീസണും കോൺസിക്വൻസ്. കോൺട്രാക്ഷൻ ഓഫ് സ്റ്റഡി ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ലാന്ത്രൈഡ് ഫ്രം ലന്താനം ടു ലുട്ടീഷ്യം. ഇതാണ് ലന്താനം, ഇതാണ് ലുട്ടീഷ്യം, ഇതാണ് സീരീസ്. നമ്മുടെ ലന്താനം, സീറിയം, പ്രൊമിത്തിയം, നിയോഡിമിയം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ സൈസ് കുറയുന്നു, സ്റ്റഡി ആയിട്ട് കുറയുന്നു. എന്തുകൊണ്ട്? ലാന്ത്രൈഡ് കോൺട്രാക്ഷൻ വഴി. അതിൻ്റെ കാരണം 4Fകളുടെ വീക്ക് ഷീൽഡിങ് എഫക്റ്റ് ആണ്. അതിൻ്റെ കോൺസിക്വൻസ് പരിണിത ഫലങ്ങൾ ഒന്ന് അവരുടെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ 3Dക്കും 4Dക്കും, അതായത് 3D സീരീസ് D ബ്ലോക്കിലെ 3Dക്കും 4Dക്കും ഓൾമോസ്റ്റ് സെയിം സൈസ് വരും. പിന്നെ ബേസിസിറ്റി ലന്താനത്തിൽ നിന്ന് ലുട്ടീഷിലോട്ട് പോകുമ്പോഴത്തേക്കും കുറയും. ഇനി ഇപ്പുറത്ത് ആക്ടിനൈഡ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ ആക്ടിനൈഡ്സുകൾ എല്ലാവരും റേഡിയോ ആക്റ്റീവാണ്. അവർ കോമൺലി കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. +3 കൂടാതെ +2, +4, +5, +6, +7 വരെ അവർ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം പലരായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും കാണിക്കുന്നത് +3 ആണ്. പക്ഷേ എല്ലാവരും +2 കാണിക്കില്ല, എല്ലാവരും +4 കാണിക്കില്ല. ചില ആൾക്കാർ +4 കാണിക്കും, ചില ആൾക്കാർ +5 കാണിക്കും. എല്ലാവരും കാണിക്കുന്നത് +3 ആണ്. അതുകൊണ്ടാണ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞ് പഠിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഇവർക്ക് ലാന്ത്രൈഡ് കോൺട്രാക്ഷൻ വഴി കണക്ക് ഇവർക്കും എന്തുണ്ട്? ആക്ടിനൈഡ് കോൺട്രാക്ഷൻ ഉണ്ട്. സെയിം തന്നെ, പക്ഷെ കോൺസിക്വൻസ് ഒന്നും പഠിക്കാനില്ല. എന്താണെന്ന് മാത്രം പഠിച്ചു വെച്ചേക്കുക. സ്റ്റഡി ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ആക്ടിനൈഡ്സ് അല്ലേ, അതായത് ആക്ടിനൈഡ്സുകളുടെ സൈസ് കുറയുന്നു ഡ്യൂ ടു പ്യുവർ ഷീൽഡിങ് ഓഫ് 4Fന് പകരം എന്താക്കുക? 5F ഇലക്ട്രോൺസ് ആക്കുക. ഇത്രയുമാണ് നമുക്ക് നമ്മളുടെ F ബ്ലോക്കിലും D ബ്ലോക്കിലും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ F ബ്ലോക്കും D ബ്ലോക്കും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്ക് കോർഡിനേഷനിലോട്ട് പോകും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നിങ്ങൾ ഒന്നാം ചീലേറ്റിംഗ് ലിഗാൻസിൻ്റെ സെക്ഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ചീലേറ്റിംഗ് ലിഗാൻസ് എന്താണ്, ദെൻ ആംബിഡെൻഡേറ്റ് ലിഗാൻസ് എന്താണ്. ഇത് രണ്ടും അറിഞ്ഞിരിക്കും. ചീലേറ്റ് ലിഗാൻസും ആംബിഡെൻഡേറ്റ് ലിഗാൻസും ലിഗാൻഡിൻ്റെ സെക്ഷനിൽ അതാണ് അറിഞ്ഞിരിക്കുന്നത്. പിന്നെ കോർഡിനേഷൻ സ്പിയർ, പിന്നെ സെൻട്രൽ മെറ്റൽ അയോൺ, കോംപ്ലക്സ് അയോൺ, അതൊക്കെ എന്താണ് ടേംസ് എന്നൊന്ന് നോക്കി വെച്ചേക്കുക. അതിൽ ഞാൻ ഇത് രണ്ടും മാത്രമേ പറയുന്നുള്ളൂ, ചീലേറ്റിംഗ് ലിഗാൻഡും ദെൻ ആംബിഡെൻഡേറ്റ് ലിഗാൻഡും. ചീലേറ്റിംഗ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ മെറ്റലിന് ചുറ്റും സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ആൾക്കാരാണ് ചീലേറ്റിംഗ് ലിഗാൻഡ്. ഫോർ എക്സാമ്പിൾ COO-, COO-. ഇതിനെ വിളിക്കുന്ന പേര് ഓക്സലേറ്റ് അയോൺ എന്നാണ്. ഇയാൾ മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്താൽ ഈ 2 ഓക്സിജനും വഴിയായിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ചാർജ് അങ്ങ് പോകും. അപ്പോൾ ഇയാൾക്ക് ഈ മെറ്റലിന് ചുറ്റും ഏത് സ്ട്രക്ചറാണ് ഫോം ചെയ്യാൻ പറ്റിയത്? സൈക്ലിക് സ്ട്രക്ചർ, 2 വശം അടഞ്ഞിരിക്കുന്ന സ്ട്രക്ചറാണ് ഫോം ചെയ്യാൻ പറ്റിയത്. അങ്ങനെയുള്ള ലിഗാൻഡുകളെ വിളിക്കുന്ന പേരാണ് ചീലേറ്റിംഗ് ലിഗാൻഡ്. അതായത് മെറ്റലുമായിട്ട് സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഓക്കെ, അവരാണ് ചീലേറ്റിംഗ് ലിഗാൻഡ്. അവർ ബാക്കിയുള്ള ലിഗാൻഡുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരിക്കും.
ഇനി എന്താണ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്? ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ ഒന്ന് SCN മൈനസും പിന്നെ നമ്മളുടെ NO2 ആണ്, NO2 മൈനസ്. ഇവരുടെ രണ്ടുപേരും പ്രത്യേകത, SCN മൈനസിൽ 2 ഡോണർ ആറ്റംസ് ഉണ്ട്. നൈട്രജനും മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, സൾഫറിനും മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. NO2 ഓക്സിജനും പറ്റും, നൈട്രജനും പറ്റും. പക്ഷേ നൈട്രജനാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ സൾഫർ ബോണ്ട് ഫോം ചെയ്യില്ല. രണ്ടുപേർക്കും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു സമയം ഒരാളെ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇയാൾ ഫോം ചെയ്താൽ ഇയാൾ ഫോം ചെയ്യില്ല, ഇനി ഇയാൾ ഫോം ചെയ്താൽ ഇയാൾ ഫോം ചെയ്യില്ല. അത് കണക്കാണ് ഇവിടെ. സോ ഇങ്ങനെ ഒരു ലിഗാൻഡിൽ തന്നെ 2 ഡോണർ ആറ്റംസ് ഉണ്ട്, പക്ഷെ അറ്റ് ദി ടൈം ഒരാൾക്ക് മാത്രമേ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള ലിഗാൻഡുകളെ വിളിക്കുന്ന പേരാണ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്. NO2 SCN മൈനസും ആണ് ആംബിഡെൻറ്റേറ്റിന് എക്സാമ്പിൾ. അത് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കും. പിന്നെ അടുത്തെന്ന് പറയുന്നത് നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം കോർഡിനേഷൻ കോമ്പൗണ്ട് 2 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1ഉം ദെൻ ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് കോർഡിനേഷൻ സ്ഫിയറിന് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയർ കഴിഞ്ഞിട്ട് ആൾ വരും. ടൈപ്പ് 2 എന്ന് പറയുന്നത് കോർഡിനേഷൻ സ്ഫിയർ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയറിന് മുന്നേ ആൾ വരും. ഇതാണ് ടൈപ്പ് 1, ഇതാണ് ടൈപ്പ് 2. ടൈപ്പ് 1 എക്സാമ്പിൾ CrH2O6 ടൈംസ് 2+. ഇത് ടൈപ്പ് 1 എക്സാമ്പിളാണ്. MnCl4H2O2 Br2. ഇതും ടൈപ്പ് 1 എക്സാമ്പിളാണ്. കോർഡിനേഷൻ സ്ഫിയറിന് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയർ കഴിഞ്ഞിട്ട് ആൾ വരും. അപ്പോൾ നമ്മൾ ഈ 2 കേസിലും ലിഗാൻഡിനെ വേണം ആദ്യം എഴുതാൻ. ഇവിടെ ലിഗാൻഡ് H2 ആണ്. എത്ര ലിഗാൻഡ് ഉണ്ട്? 6 എണ്ണം. സോ ഹെക്സാ അക്വ. ലിഗാൻഡ് എന്ന് പറയുന്നത് മെറ്റൽ എന്ന് പറയുന്നത് ക്രോമിയമാണ്, ക്രോമിയം. ഇനി ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബ്രാക്കറ്റിൽ എഴുതാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് ക്രോമിയത്തിൻ്റെയും എത്ര H2 ഉണ്ട്? 6 H2O കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മുകളിലത്തെ ചാർജ് 2+ ആണ്, 2+ കിട്ടും. H2 ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്. സോ Crൻ്റെ ചാർജ് 2+ ആയിരിക്കും. അത് റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റിൽ ഇടുക. ക്രോമിയത്തിൻ്റെ ചാർജ് 2, പുറത്തൊന്നുമില്ല, പക്ഷേ ഇത് അയോൺ ആണ്, അതുകൊണ്ട് ION എന്ന് കൂടെ എഴുതും. ഇത് ഇവിടുത്തെ പേര്, ഇവിടെ 2 ലിഗാൻഡ്സ് ഉണ്ട്, ഒന്ന് H2ഉം ഒന്ന് ക്ലോറിനും. ക്ലോറിൻ എന്ന് പറയുന്ന ലിഗാൻഡിൻ്റെ പേര് ക്ലോറോ, H2യുടെ പേര് അക്വ. ആൽഫബറ്ററിൽ ആദ്യം വരുന്നതാണ് ഫസ്റ്റ് എഴുതാം. എത്ര അക്വ? 2 എണ്ണം. സോ ഡൈ അക്വ അല്ലേ. എത്ര ക്ലോറിൻ? ടെട്രാ ക്ലോറോ. മെറ്റൽ ആരാ? Mn മാംഗനീസ് ആണ്. മാംഗനീസ് മെറ്റൽ എഴുതിയാൽ ഉടനെ ബ്രാക്കറ്റിനകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാം. ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം നമുക്ക്. മാംഗനീസ് പ്ലസ്. എത്ര ക്ലോറിൻ ഉണ്ട്? 4 ക്ലോറിൻ പ്ലസ്. എത്ര H2 ഉണ്ട്? 2 H2O പ്ലസ്. എത്ര ബ്രോമിൻ ഉണ്ട്? 2 ബ്രോമിൻ ഈക്വൽ ടു മുകളിൽ വല്ലതും ഉണ്ടോ? ഇവിടെ 2+ ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് 0. ഇവിടെ H2ൻ്റെ ചാർജ് 0 ആണ്. ക്ലോറിൻ്റെത് -1. -1 × 4 -4. ബ്രോമിൻ്റെത് -1. -1 × 2 -2. -2 -4 -6 -6 അപ്പുറം +6. സോ 6 ആണ് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതാണ് 6. ഇനി പുറത്താരെ കിടക്കുന്ന ബ്രോമിൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. പുറത്ത് കിടക്കുന്നവരുടെ എണ്ണം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പുറത്ത് കിടക്കുന്നത് ബ്രോമൈഡാണ്. ബ്രോമൈഡ്. ഇങ്ങനെയാണ് ടൈപ്പ് 1കളുടെ പേര് എഴുതുന്നത്. സോ ഈ ലിഗാൻഡുകളുടെ പേരൊക്കെ കാണാതെ പഠിച്ച് വെച്ചോണം കേട്ടോ. ഇനി ടൈപ്പ് 2. ടൈപ്പ് 2ന് ഞാൻ എക്സാമ്പിൾ എഴുതാം. ടൈപ്പ് 2ന് എക്സാമ്പിൾ എഴുതാം. ടൈപ്പ് 2ൽ കോർഡിനേഷൻ സ്പെയർ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്പെയറിന് മുന്നേ ആണ് വരും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നെയിം ചെയ്യാം. എല്ലാം സെയിം ലിഗാൻഡിനെ ഫസ്റ്റ് നെയിം ചെയ്യാം. എത്ര ക്ലോറിൻ ഉണ്ട്? 4 ക്ലോറിൻ. സോ ടെട്രാ ക്ലോറോ. ലിഗാൻഡ് ഇത് മെറ്റൽ പലേഡിയം. പക്ഷെ നമുക്കിവിടെ നോർമലി എഴുതിയാണൊക്കെ എഴുതാൻ പറ്റില്ല, ഇത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2ൽ മെറ്റലിൽ എൻഡ് ചെയ്യുന്നത് ATEയിലായിരിക്കണം. പലേഡിയം എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യരുത്. പലേഡിയത്തിൻ്റെ കൂടെ ATEയും കൂടെ ചേർക്കണം. അപ്പോൾ പലേഡിയേറ്റ് എന്ന് വരും. പലേഡിയേറ്റ്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബ്രാക്കറ്റിനകത്ത് എഴുതുക. ഇത് ചാർജ് ഉള്ള ആളായതുകൊണ്ട് അയോൺ എന്നും കൂടെ എഴുതും. ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. PDയുടെയും 4 ക്ലോറിൻ്റെയും കൂടെ കൂട്ടിയാൽ -2 കിട്ടും. ഇവിടെ ക്ലോറിൻ്റെത് -1 ആണ്. അപ്പോൾ 4 ക്ലോറിൻ്റെത് -4 -4 അപ്പുറം +4. ഒരു -2 അവിടെ കിടപ്പുണ്ട്, +4 കൂടെ വരും. ഇപ്പോൾ +2 കിട്ടും. 2. സോ ഇതാണ് പേര്. അപ്പം ടൈപ്പ് 2 നമ്മൾ മെറ്റലിന് മാത്രം വ്യത്യാസം വരും. എൻഡ് ചെയ്യുന്നത് 8ലായിരിക്കണം.
ഈ ടൈപ്പ് 2 ഒരാളും കൂടെ ഉണ്ട്, പക്ഷേ ഇയാളെ നെയിം ചെയ്യുന്നത് വേറെ രീതിയിലാണ്. നമുക്ക് ഇത്രയും നേരം എല്ലാ കേസിലും കോർഡിനേഷൻ സ്പിയർ ആണ് ആദ്യം വന്നത്, പക്ഷേ ഈ കേസിൽ മാത്രം വേറൊരാളാണ് ആദ്യം വരുന്നത്. സോ അയാളെ തന്നെ ആദ്യം നെയിം ചെയ്യും. പേര് സോഡിയം. സോഡിയം, എണ്ണ ഒന്നും എഴുതണ്ട, സോഡിയം. ഇനി നമ്മുടെ നോർമൽ രീതിയിൽ കോർഡിനേഷൻ സ്പിയറിനെ എങ്ങനെയാണോ നെയിം ചെയ്യുന്നത് അതേ രീതിയിൽ. എത്ര ക്ലോറിൻ? 4 ക്ലോറിൻ, ടെട്രാ ക്ലോറോ അല്ലേ. മാംഗനീസ് എന്ന് എഴുതാൻ പറ്റുമോ? മാംഗനേറ്റ്. മാംഗനേറ്റ്, സോറി മാംഗനേറ്റ്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കും. ഓക്സിജൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 തന്നെ വരും. മാംഗനേറ്റ് 2, മാംഗനേറ്റ് 2. അയോണൊന്നും എഴുതണ്ട, കാരണം പുറത്ത് ഇവിടെ ആക്ച്വലി പുറത്ത് കിടക്കുന്നതാണ് നമ്മൾ അവസാനം എഴുതി, കാരണം അയാൾ അവസാനം കിടക്കുമായിരുന്നു. ഇവിടെ പുറത്ത് കിടക്കുന്ന ആദ്യം കിടക്കുകയാണ്, സോ ആദ്യം എഴുതി. സോ ഇതാണ് നെയിമിങ്. നെയിമിങ് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഉണ്ട്. അതിലേതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നതനുസരിച്ച് എഴുതുക. ടൈപ്പ് 1 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മെറ്റലിനെ അതേ കണക്ക് തന്നെ എഴുതാം. ടൈപ്പ് 2 ആകുമ്പോഴത്തേക്ക് മെറ്റലിൻ്റെ കൂടെ ATE ചേർക്കണം. പിന്നെ അതേ കണക്ക് തന്നെ ഇപ്പം ഇതിന് പകരം അയൺ എന്നായിരുന്നെങ്കിൽ നമുക്കിവിടെ ക്രോമിയം മാറ്റി എന്ത് കൊടുക്കാം? അയൺ എന്ന് കൊടുക്കാം. പക്ഷേ Fe എന്ന് പറയുന്നത് അയണിൻ്റെ ലാറ്റിൻ വേർഡാണ് ഫെറം. ഇവിടെ നമ്മൾ ലാറ്റിൻ വേർഡ് കൊടുക്കണ്ട. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് അയൺ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും അയണേറ്റ് എന്ന് എഴുതരുത്, അത് തെറ്റാണ്. അയണേറ്റ് എന്ന് എഴുതരുത്, അതിൻ്റെ ലാറ്റിൻ വേർഡ് ഫെറമാണ്. സോ ഫെറേറ്റ് എന്ന് തന്നെ എഴുതണം. അതായത് ഇവിടെ ലാറ്റിൻ വേർഡ് ടൈപ്പ് 1ൽ ലാറ്റിൻ വേർഡുകൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷേ ടൈപ്പ് 2ൽ ലാറ്റിൻ വേർഡ് ഉണ്ടെങ്കിൽ ആ ലാറ്റിൻ വേർഡിൻ്റെ കൂടെ തന്നെ ATE ചേർക്കണം. ഇതാണ് നെയിമിങ്ങിൻ്റെ വ്യത്യാസം. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കുന്നതെന്ന് പറയുന്നത് ഐസോമർസമാണ്. ഐസോമർസം 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നെയിമിങ്. നെയിമിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ നോക്കി വെച്ചോണെങ്കിൽ നെയിമിങ് മസ്റ്റായിട്ടും 2 മാർക്കിന് ചോദിക്കും. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. അത് വെച്ചിട്ട് നെയിം നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ ഐസോമർസമാണ്. ഐസോമർസം ഞാനൊന്ന് പറയാം. ഐസോമർസം 2 ടൈപ്പ് ഉണ്ട്. ഇറ്റ്സ് സ്ട്രക്ചറലും ഇറ്റ്സ് സ്റ്റീരിയോ ഐസോമർസം. ഓക്കെ, അയണൈസേഷൻ, ലിങ്കേജ്, ഹൈഡ്രേറ്റ്, ദെൻ കോർഡിനേഷൻ. സ്റ്റീരിയോയിൽ ഐസോമർസം 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് സിസ് ട്രാൻസ് ഐസോമർസം, ജോമെട്രിക്കൽ ഐസോമർസവും ദെൻ ഒപ്റ്റിക്കൽ ഐസോമർസവും. അതിൽ അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണൈസ് ചെയ്ത് പുറത്ത് വരുന്ന ആൾക്കാർക്ക് ഡിഫറൻറ്റ്. ഫോർ എക്സാമ്പിൾ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഐസോമർ സെയിം മോളിക്കുലർ ഫോമിൽ ഡിഫറൻറ്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രക്ചറിന് ഡിഫറൻസ് വഴി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറുന്നു. സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് വഴി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറുന്നു. പക്ഷേ ആൾക്കാരുടെ എണ്ണം 2 പേർക്കും സെയിം ആയിരിക്കും. അതിൽ അയണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് CrH2O 6 times Cl2, CrH2O 4 times Cl2H2. ഇനി നോക്കാം. ഈ 2 കോമ്പൗണ്ടിലും ഒരു ക്രോമിൻ, 6 വാട്ടർ, 4 വാട്ടർ, 4 2 6 വാട്ടർ, 2 ക്ലോറിൻ. ഇവിടെ ആൾക്കാരുടെ എണ്ണം സെയിം ആണ്. പിന്നെ എന്താ പ്രശ്നം? ഇയാളെ വെള്ളത്തിലിട്ടാൽ പുറത്ത് വരുന്ന ആൾ ക്ലോറിനാണ്. അകത്ത് ഈ കോർഡിനേഷൻ സ്പിയർ പൊട്ടത്തില്ല, പുറത്ത് വരുന്ന ആൾ ക്ലോറിനാണ്. ഇയാളെ വെള്ളത്തിലിട്ടാൽ പുറത്ത് വരുന്നത് വാട്ടറാണ്. അപ്പോൾ പുറത്ത് വരുന്ന ആൾക്കാരിൽ ഡിഫറൻസ്, അതാണ് അയണൈസേഷൻ ഐസോമർസ്. ആൾക്കാരുടെ എണ്ണം സെയിം ആയിരിക്കും, പക്ഷേ കോർഡിനേഷൻ സ്പിയറിന് പുറത്ത് കിടക്കുന്ന ആൾക്കാർ ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ പുറത്ത് കിടക്കുന്നത് ക്ലോറിനാണ്. സോ വെള്ളത്തിലിട്ടാൽ പുറത്ത് വരുന്നത് ക്ലോറിൻ ആയിരിക്കും, ഇവിടെ പുറത്ത് വരുന്നത് വാട്ടർ ആയിരിക്കും. അതാണ് അയണൈസേഷൻ ഐസോമർസ്. രണ്ടാമത്തെ ലിങ്കേജ്. ലിങ്കേജ് കാണിക്കുന്നത് ആംബിഡെൻഡേറ്റ് ലിഗാൻസ് മാത്രമാണ്. ലിങ്കേജ് ഐസോമർസം കാണിക്കുന്നത് ആംബിഡെൻഡേറ്റ് ലിഗാൻസ് ആണ്. ലിങ്കേജ് ഐസോമർസം ഞാൻ പറയാം. ലിങ്കേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ നോക്കിക്കോണേ, CrH2O 4 times NO2 Cl2. ഇതും CrH2O 4 times ONO2 Cl2. ഇവിടെ ആൾക്കാരുടെ എണ്ണം നോക്കുക. ഇവിടെ ഒരു ക്രോമിയം, ഇവിടെ ഒരു ക്രോമിയം, H2O 4 എണ്ണം, H2O 4 എണ്ണം, NO2 2 എണ്ണം, ONO എന്ന് പറഞ്ഞാൽ NO2 ആണ് 2 എണ്ണം, ക്ലോറിൻ 2 എണ്ണം. ഇവിടെ വെള്ളത്തിലിടാൻ പുറത്ത് വരുന്നത് ഇവിടെയും ക്ലോറിൻ, ഇവിടെയും ക്ലോറിൻ. അപ്പോൾ വെള്ളത്തിലിടുമ്പോൾ പുറത്ത് വരുന്ന ആൾക്കാർക്ക് ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഏത് ഐസോമർസം അല്ല, അയണൈസേഷൻ അല്ല. വെള്ളത്തിലിടുമ്പോൾ പുറത്ത് കിടക്കുന്ന ആൾക്കാർ ഡിഫറൻ്റ് ആണെങ്കിൽ ഏത് ഐസോമർസം അയണൈസേഷൻ ആയാണ്. ഇനി ഇത് ലിങ്കേജ് ആണ്. കാരണം ഇവിടെ ക്രോമിയോട്ട് ലിങ്ക് ചെയ്തേക്കുന്നത് നൈട്രജനാണ്. ഈ NO2 എന്ന് പറയുന്ന ഒരു ആംബിഡെൻഡേറ്റ് ലിഗാൻഡാണ്.
ഇവിടെ ലിങ്ക് ചെയ്തേക്കുന്നത് നൈട്രജനാണ്, പക്ഷേ ഇവിടെ ലിങ്ക് ചെയ്തേക്കുന്ന ആരാ? O ആദ്യം എഴുതിയേക്കുന്നുണ്ട്, ഇവിടെ ലിങ്ക് ചെയ്തേക്കുന്ന ഓക്സിജനാണ്. സോ ലിങ്ക് ചെയ്തേക്കുന്ന ആളിൽ ഡിഫറൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് ലിങ്കേജ് ഐസോമർസ്. അടുത്തത് ഹൈഡ്രേറ്റ് ഐസോമർസ് ആണ്. ഹൈഡ്രേറ്റ് ഐസോമർസം കാണിക്കണമെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നോക്കിക്കോണേ. CR അല്ലേ എപ്പോഴും എടുക്കുന്നത്, വേറെ എടുക്കാം. MnH2O 6 times Cl2, MnH2O 4 times Cl2, H2. ഓക്കെ, ഞാനിവിടെ H2 എഴുതി, അതായത് അയണൈസേഷൻ ഐസോമർസത്തിൽ അങ്ങനെ H2 വരത്തില്ല കേട്ടോ. ഞാൻ H2 എഴുതി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. വേറെ എന്തെങ്കിലും കൊടുക്കാം, CN കൊടുക്കാം. CN 4 times CN2. ഓക്കെ, അതായത് വാട്ടർ വരുന്ന കേസിലെല്ലാം നമുക്ക് കിട്ടുന്നത് ഹൈഡ്രേറ്റ് ഐസോമർസ് ആയിരിക്കും. ഞാനിവിടെ വാട്ടർ എഴുതിപ്പോൾ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇവിടെ CN 6 എണ്ണം ഉണ്ടായിരുന്നു, 2 ക്ലോറിൻ പുറത്ത് വരും, ഇവിടെ CN പുറത്ത് വരും. പുറത്ത് വരുന്ന ആൾക്കാരുടെ ഡിഫറൻസ് ഇവിടെ നോക്കിക്കോളാം. ഇവിടെ 6 ക്ലോറിൻ അകത്തായിരുന്നു, 6 വാട്ടർ അകത്തായിരുന്നു, 2 ക്ലോറിൻ പുറത്ത്. 2 ക്ലോറിൻ അകത്തോട്ട് കയറിയപ്പോഴേക്കും 4 വാട്ടർ, അതായത് 2 വാട്ടർ പുറത്തോട്ട് പോയി. അതായത് കോർഡിനേഷൻ സ്പിയറിന് അകത്തും പുറത്തും വാട്ടറുകൾ എക്സ്ചേഞ്ച് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേറ്റ് ഐസോമർസ്. വാട്ടർ മോളിക്യൂളിൻ്റെ എക്സ്ചേഞ്ച്, ഹൈഡ്രേറ്റ് ഐസോമർസ്. ലാസ്റ്റത്തത് കോർഡിനേഷൻ ഐസോമർസ് ആണ്. കോർഡിനേഷൻ ഐസോമർസ് കണ്ടുപിടിക്കാൻ എളുപ്പം കേട്ടോ. ഈ ഹൈഡ്രേറ്റ് കോർഡിനേഷൻ ഐസോമർസത്തിൽ ഒരു കോമ്പൗണ്ടിൽ തന്നെ 2 കോർഡിനേഷൻ സ്പിയർ ഉണ്ടായിരിക്കും. ഒരു കോമ്പൗണ്ടിൽ തന്നെ 2 കോർഡിനേഷൻ സ്പിയർ. ഇവിടെ ക്രോമിയത്തിൻ്റെ കൂടെ വാട്ടർ ഉണ്ടായിരുന്നു, ഇവിടെ മാംഗനീസിൻ്റെ കൂടെ ക്ലോറിൻ ആയിരുന്നു. പക്ഷെ അടുത്ത കോമ്പൗണ്ടിൽ ക്രോമിയത്തിൻ്റെ കൂടെ ക്ലോറിനായി, അതായത് ഇയാളുടെ ലിഗാൻഡിനെ ഇയാൾക്കും കൊടുത്തു, ഇയാളുടെ ലിഗാൻഡിനെ ഇയാൾക്കും കൊടുത്തു. അതാണ് കോർഡിനേഷൻ ഐസോമർസ്. അപ്പോൾ 4 ടൈപ്പ് ഐസോമർസം: അയണൈസേഷൻ, ലിങ്കേജ്, ഹൈഡ്രേറ്റ്. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അയണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അയണൈസ് ചെയ്ത് പുറത്ത് വരുന്ന ആൾക്കാർ ഡിഫറൻസ്. അപ്പം കോർഡിനേഷൻ സ്പിയറിന് പുറത്ത് കിടക്കുന്ന ആൾക്കാർ നോക്കിയാൽ മതി. ലിങ്കേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ഉണ്ടോ എന്ന് നോക്കിയാൽ, അതായത് NO2-ഉം SSCN-ഉം ഉണ്ടെങ്കിൽ ലിങ്കേജ് ഐസോമർസ് ആയിരിക്കും. വാട്ടർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഹൈഡ്രേറ്റ് ആയിരിക്കും. കോർഡിനേഷൻ സ്പിയർ ആണെന്ന് ചെക്ക് ചെയ്യാൻ 2 കോർഡിനേഷൻ സ്പിയർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പിന്നെ സ്റ്റീരിയോ ഐസോമർസ്, ജോമെട്രിക്കൽ ഐസോമർസ്, സിസ് ട്രാൻസ് ഐസോമറുകൾ, ആ സിസ് ട്രാൻസ് ഐസോമർസ് നോക്കുക. ദെൻ ഒപ്റ്റിക്കൽ ഐസോമർസ്. ഒപ്റ്റിക്കൽ ഐസോമർസ് അങ്ങനെ നിങ്ങൾ കാര്യമായിട്ട് നോക്കണ്ട, അങ്ങനെ നമുക്ക് ഒപ്റ്റിക്കലിൽ നിന്ന് ഈ സെക്ഷനിൽ നിന്ന് വലുതായിട്ട് ചോദിക്കാറില്ല. അതൊക്കെ നമുക്ക് എൻട്രൻസിലൊക്കെ പോകുമ്പോഴേ ഒപ്റ്റിക്കലിൽ നിന്ന് ചോദിക്കാറുള്ളൂ. ജോമെട്രിക്കലും അങ്ങനെ കാര്യമായിട്ട് ചോദിക്കത്തില്ല, ജോമെട്രിക്കലൊക്കെ വരയ്ക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചോദിക്കില്ല. നമുക്ക് ഈ ഐസോമർസങ്ങളായിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതാണ് ഐസോമർസത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് 2 തിയറീസും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഒന്ന് വാലൻസ് ബോണ്ട് തിയറി. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഈ വാലൻസ് ബോണ്ട് തിയറിയുടെയും മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയില്ലേ, ഇവിടെ 2 പേരും ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. അപ്പോൾ ഈ വാലൻസ് ബോണ്ട് തിയറി നമുക്ക് അങ്ങനെ കോമൺലി ചോദിക്കാറില്ല, പക്ഷേ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയും ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ആ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒക്കെ നോക്കി വെച്ചേക്കുക. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്, ആ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കുക. എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, അത് നോക്കി വെച്ചേക്കുക, അത് പഠിക്കുക, അതൊന്ന് നോക്കുക. പിന്നെ MO തിയറിയും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതിൻ്റെ എല്ലാം പോസ്റ്റ്ലേറ്റ്സ് എന്തായാലും പഠിച്ചു വെച്ചേക്കണം. പോസ്റ്റ്ലേറ്റ്സ് മസ്റ്റായിട്ട് നോക്കി വെച്ചേക്കുക. പോസ്റ്റ്ലേറ്റ്സ് നോക്കുമ്പോൾ തന്നെ, അതായത് നിങ്ങൾ ജസ്റ്റ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് നോക്കുക, പിന്നെ MO തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് നോക്കുക. വാലൻസ് ബോണ്ട് തിയറി എന്താണെന്ന് നോക്കി വെച്ചേക്കുക. ഈ വാലൻസ് ബോണ്ട് തിയറിയിൽ പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും വരുന്നത്. പ്രൈമറി വാലൻസി എന്ന കോർഡിനേഷൻ നമ്പറും, സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റും ആയിരിക്കും. അത് ചിലപ്പോൾ എക്സാമിനൊക്കെ പ്രൈമറി വാലൻസി എന്താണ്, സെക്കൻഡറി വാലൻസി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൈമറി വാലൻസി കോർഡിനേഷൻ നമ്പറും, സെക്കൻഡറി വാലൻസി ഓക്സിഡേഷൻ സ്റ്റേറ്റും ആയിരിക്കും. അപ്പം അതൊന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ അത്രയും മതി. ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ ഷേപ്പാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് നമ്മൾ ഷേപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അല്ല MO തിയറി വെച്ചിട്ട് ഷേപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ 2-3 ആൾക്കാരുടെ ഷേപ്പൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കും. അത്രയും ഉണ്ടെങ്കിൽ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഏകദേശം ഇതിൻ്റെ ഷേപ്പൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മളുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഷേപ്പ് പറയുന്നത്. അപ്പം അത്രയും മാത്രം മതി നമുക്ക് ഇതിനകത്ത്. മെയിനായിട്ട് നമുക്ക് ചോദിക്കുന്ന നെയിമിങ്, പിന്നെ ഐസോമർസ്, പിന്നെ ഈ മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട് ഏതെങ്കിലും ആൾക്കാരുടെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഷേപ്പും ഹൈബ്രിഡൈസേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതായിരിക്കും കോമൺലി ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് സെറ്റാണ്. മസ്റ്റായിട്ടും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്.